إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നിത്യജീവിതത്തിൽ തൗഹീദ് ഉൾക്കൊണ്ട വ്യക്തികൾ എന്ന നിലയിൽ നമ്മളിൽ പ്രകടമായി കാണേണ്ട ഒരുപാട് നന്മകൾ പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ട ഒരുപാട് തിന്മകൾ, ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് പിണങ്ങി നിൽക്കുക എന്നത്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം പിണങ്ങുന്നൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം സഹകരിക്കേണ്ടവർ, പരസ്പര സ്നേഹത്തോടുകൂടി കഴിയേണ്ടവർ, പരസ്പരം ഒത്തൊരുമയോടുകൂടി കഴിയേണ്ടവർ ശത്രുക്കളായി മാറുന്ന കാഴ്ചയാണ് നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ചില വസ്തുതകളുണ്ട്. ഒന്ന്, ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ പിണക്കത്തോട് നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അടുത്ത വാചകം എന്താ അറിയോ? വഅസ്ലിഹു ദാത്ത ബൈനിക്കും, നിങ്ങൾക്കിടയിൽ തെറ്റി നിൽക്കുന്നവരെ നിങ്ങൾ നന്നാക്കുക. അതൊരു സമൂഹത്തിന്റെ ബാധ്യതയാണ്. അതൊരു സമൂഹത്തിന്റെ ബാധ്യതയായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ആര് തമ്മിൽ തെറ്റി നിൽക്കുകയാണെങ്കിലും അത് നന്നാക്കാന്നുള്ള ഉത്തരവാദിത്വം ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഒരു സത്യവിശ്വാസി പരസ്പരം അങ്ങനെ തെറ്റേണ്ട ഒരു സാഹചര്യം വന്നു, അങ്ങനെ പിണങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും
അതൊരു 3 ദിവസത്തിൽ കവിയാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തബാഗദു, നിങ്ങൾ പരസ്പരം കോപിക്കരുത്, സത്യവിശ്വാസികൾ പരസ്പരം വെറുക്കരുത്, വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്, വലാ തദാബറു, നിങ്ങൾ പരസ്പരം വെറുപ്പോടുകൂടി അകന്നു നിൽക്കരുത്, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ പരസ്പര സഹോദരങ്ങളായി നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ പരസ്പര സഹോദരങ്ങളായി നിങ്ങൾ ജീവിക്കണം. വലാ യഹില്ലു ലിമുസ്ലിമിൻ, ഒരു മുസ്ലിമിന് യോജിച്ചതല്ല, അനുവദനീയമല്ല, അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസ ലയാലിൻ, 3 ദിവസത്തിൽ കൂടുതൽ ഒരാളോട് പിണങ്ങി നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് ചേർന്നതല്ല, അനുവദനീയമല്ല. അപ്പൊ നമ്മൾ ആലോചിച്ചു, നമ്മൾ അങ്ങനെ ഒരാളോട് അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ മുസ്ലിങ്ങളുടെ വൃത്തത്തിൽ തന്നെയാണോ ഉള്ളതെന്ന് നമ്മൾ ആലോചിക്കണം. ഗൗരവതരമായ കാര്യമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം, മൻ ഹജറ അഖാഹു സന, ഒരാൾ തന്റെ സഹോദരനോട് 1 വർഷമായി അയാളോട് മിണ്ടുന്നില്ല, അയാളോട് പിണങ്ങി നിൽക്കാണ്, അകന്ന് നിൽക്കാണ്, വെറുപ്പോടെ വിദ്വേഷത്തോടു കൂടി അയാളോടുള്ള സമീപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താ അറിയോ? ഇത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മറഞ്ഞു പോകാൻ പാടില്ല, മാഞ്ഞു പോകാൻ പാടില്ല. ഫഹുവ കസഫഖി ദമഹി, അവന്റെ രക്തം ചിന്തിയവനെ പോലെയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പരസ്പരം മിണ്ടാതിരിക്കുന്നത് എന്തിന്റെ പേരിലാ? ദുനിയാവിന്റെ കാര്യത്തിലാണ്. ഒരു പറമ്പിന്റെ, ഒരു തെങ്ങിന്റെ പേരിൽ, ഒരു 5 സെന്റിന്റെ പേരിൽ, നമ്മൾ കൊടുത്ത കടം നമ്മൾ പറഞ്ഞ സമയത്ത് തരാത്തതിന്റെ പേരിൽ, അങ്ങനത്തെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? പരസ്പരം തെറ്റി നിൽക്കുന്നത്. 1 വർഷമായിട്ടും പരസ്പരം മിണ്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ തന്റെ സഹോദരന്റെ രക്തം ചിന്തിയവനെ പോലെ എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി പറയാണ്, 3-ാമത്, പരസ്പരം പിണങ്ങി നടന്നാൽ നമ്മുടെ പാപങ്ങൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരൂല. പുറത്തു തരുന്നതിന് ആ പിണക്കം തടസ്സാണ് എന്നാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ നമ്മുടെ പിണക്കം തടസ്സമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് കാണാം, തുഅറദു അഅമാലുൻ നാസി ഫീ കുല്ലി ജുമഅത്തിൻ മറത്തൈൻ, എല്ലാ ആഴ്ചയിലും അള്ളാഹുവിലേക്ക് മനുഷ്യന്മാരുടെ പ്രവർത്തനം ഉയർത്തും 2 പ്രാവശ്യം. ഒരു മനുഷ്യന്റെ പ്രവർത്തനം ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് പടച്ചോന്റെ മുന്നിലേക്ക് മലക്കുകൾ എത്തിക്കുക. അത് ഏതൊക്കെ ദിവസമാണ്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസമാണ്, വയൗമൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസമാണ്. ഈ 2 ദിവസങ്ങളിലുമാണ് നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ മലക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോ ഫയഗ്ഫറു ലികുല്ലി അബ്ദിൻ മുഅ്മിനിൻ, എല്ലാ മുഅ്മിനീങ്ങളുടെയും പാപങ്ങൾ അള്ളാഹു അവിടുന്ന് പുറത്തു കൊടുക്കും. ഇല്ലാ അബ്ദൻ, ഒരു മനുഷ്യന്റെ തൊയ്കെ, ബൈനഹു വബൈന അഖീഹി ശഹന, അവനും അവന്റെ സഹോദരനുമിടയിൽ ശത്രുതയും വിദ്വേഷവും പകയും അകൽച്ചയും പിണക്കവും നിലനിൽക്കുന്നുണ്ട്. ഫയുഖാൽ, അവരോട് പറയപ്പെടും, ഉത്റുകൂ ഹാദൈനി ഹത്താ യഫിആ, അവർ നന്നാകുന്നത് വരെ അവരുടെ അമൽ എൻ്റെ അടുത്ത് കൊണ്ടുവരേണ്ട, ഞാൻ സ്വീകരിക്കൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് ജീവിതത്തിൽ ഇന്നുവരെ നുണ പറയാത്ത നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെങ്ങനെയാ തെറ്റിക്കാൻ പറ്റുക? ആലോചിച്ചു. ഇത് നിസ്സാരമായ കാര്യമല്ല, ഇത് ഗൗരവമുള്ള കാര്യമാണ്. വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം, തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നത് 2 ദിവസമാണ്. യൗമൽ ഇസ്നൈൻ വയൗമൽ ഖമീസ്, തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവുമാണ് സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തുറക്കുന്നത്. ഫയഗ്ഫറു ലികുല്ലി അബ്ദിൻ, എല്ലാ മനുഷ്യരുടെയും പാപങ്ങളെന്ന് പൊറുക്കപ്പെടും. ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിനൊന്നിനെയും പങ്കു ചേർക്കാത്തവന്റെ പാപങ്ങളൊക്കെയും ആകാശലോകത്ത് വെച്ച് പൊറുക്കപ്പെടുകയാണ്. ഇല്ലാ റജുലൻ, ഒരാളുടേതൊഴികെ, കാനത്ത് ബൈനഹു
വബൈന അഖീഹി ശഹനാ, അവനും അവന്റെ സഹോദരനുമിടയിൽ ശത്രുതയുണ്ട്, പിണക്കമുണ്ട്. അവന്റെ പ്രവർത്തനത്തെ പറ്റി നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹ് അവിടെ വെച്ച് മലക്കുകളോട് പറയും, അൻദിറൂ ഹാദയീൻ, ആ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ എനിക്ക് വേണ്ട, ഹത്താ യസ്തലിഹാ, അവർ പരസ്പരം പിണക്കം മാറുന്നത് വരെ അവരുടെ അമലുകൾ എനിക്ക് വേണ്ട, അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കേണ്ട എന്ന് മലക്കുകളോട് പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു, ഇത് നിസ്സാരമുള്ള കാര്യമല്ല, ഇത് ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. മാത്രല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസിൻ, 3 ദിവസത്തെ കൂടുതൽ ഒരാളോട് പിണങ്ങിക്കാൻ പാടില്ല. എന്നിട്ട് വീണ്ടും പറയാം, വമൻ ഹജറ ഫൗക സലാസിൻ, ആരെങ്കിലും 3 ദിവസത്തിൽ കൂടുതൽ ആരോടെങ്കിലും മനഃപൂർവ്വം പിണങ്ങി നിന്നാൽ, ലോകത്തിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്, ഫമാത് ദഖലന്നാർ, അവൻ മരിച്ചാൽ അവൻ നരകത്തിലാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരാൾ മരിച്ചാൽ അയാൾ നരകത്തിലാണ്. നിങ്ങൾ ആലോചിച്ചു, മാനുഷിക ബന്ധത്തിന്, സാമൂഹ്യ ബന്ധത്തിന് ഇത്ര വില കൽപ്പിച്ചൊരു മതം ലോകത്ത് വേറെ ഉണ്ടോ? അത് പരിശുദ്ധ ഇസ്ലാം മാത്രാണ്. മനുഷ്യന് വില കൽപ്പിച്ച മതം, ധാർമ്മികതയ്ക്ക് വില കൽപ്പിച്ച മതം, മനുഷ്യത്വത്തിന് വില കൽപ്പിച്ച മതം, നീതിക്ക് വില കൽപ്പിച്ചൊരു മതം, അത് ഇസ്ലാം മാത്രാണ്. അതുകൊണ്ടാ പറഞ്ഞത്, അങ്ങനെ മനഃപൂർവ്വം ഒരാൾ തെറ്റി നന്നാകാൻ അയാൾ കൂട്ടാകുന്നില്ല. അങ്ങനെ അയാൾ മരിക്കുകയാണെങ്കിൽ അയാൾ നരകത്തിലാണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. 4, വല്ല കാരണത്താലും നമ്മൾ പരസ്പരം വഴക്കിടുകയോ പിണങ്ങുകയോ ചെയ്താൽ, പിണക്കം മാറ്റുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? പരിശ്രമിച്ചിട്ടും പിണക്കം മാറുന്നില്ല. പിണക്കം മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആരാണോ പിണക്കം മാറാൻ വേണ്ടി തുടക്കം കുറിക്കുന്നത് അവനാണ് ഏറ്റവും വലിയ നന്മയുള്ളത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എന്താ റസൂലുള്ള പറയുന്നത്? 2 ആൾ തെറ്റി 3 ദിവസത്ത് കൂടുതലായി, അങ്ങനെ എന്ത് ചെയ്തു? 2 പേരും കണ്ടുമുട്ടി, ഒരാൾ മിണ്ടാൻ സന്നദ്ധനല്ല. അപ്പൊ ഒരാൾ എന്ത് ചെയ്യാണ്? വഖൈറുഹുമാ, ആ 2 പേരിൽ ഏറ്റവും ഖൈർ, ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത് അല്ലദീ യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് തുടക്കം കുറിച്ചവനാരാണോ അവനാണ് റബ്ബിന്റെ സന്നിധിയിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സലാം കൊണ്ട് ആരാണോ തുടക്കം കുറിച്ചത് അവർക്കാണ് നാളെ പരലോകത്ത് വലിയ സ്ഥാനമുള്ളത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പിണങ്ങി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. പിണങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നന്നാകാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ എന്നാ മരിക്കാൻ നമുക്കറിയോ? പിണക്കത്തോടുകൂടി മരിച്ചാൽ നരകാണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രല്ല, ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന ആളുകൾ, അവര് പിണങ്ങാണെ പിണങ്ങിക്കോട്ടെ, അവര് നന്നാകാണെ നന്നായിക്കോട്ടെ, ഈ സമീപനം ഒരു മുസ്ലിമിന് ചേർന്നതല്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ, അവരെന്തെങ്കിലും ചെയ്തോട്ടെ. അങ്ങനെയല്ല, ഒരു മുസ്ലിം എന്ത് ചെയ്യണം? ഖുർആൻ പറയുന്നുണ്ട്, വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു ഗ്രൂപ്പ്, ഒരു ടീം എന്താ ചെയ്യേണ്ടത്? അത് എന്താ ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇഖ്തതലു, അവർ പരസ്പരം ശത്രുതയിലും വിദ്വേഷത്തിലും പിണക്കത്തിലും ജീവിക്കുന്ന 2 പേരെ നിങ്ങൾ കണ്ടാൽ, ഒരു കൂട്ടത്തെ നിങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യണം? ഫഅസ്ലിഹു ബൈനഹുമാ, അവർക്കിടയിൽ ഇണക്കുണ്ടാക്കണം, അവർക്കിടയിൽ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം. അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ രംഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സമൂഹത്തിൽ പണക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സംഘടനകൾ തമ്മിൽ പ്രശ്നം, എന്റെ സംഘടനന്റെ ആളല്ല മറുപുറത്തിരിക്കുന്ന ഒരാള്, അപ്പൊ അതുകൊണ്ട് എന്താണ്, അയാളെപ്പറ്റി എനിക്ക് എന്തും പറയാം എന്ന രീതിയിലേക്ക് ആളുകൾക്കിടയിലെ ശത്രുതയും വിദ്വേഷവും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വചനം നമ്മൾ ആരും മറക്കരുത്. റസൂലുള്ള പറയാൻ, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം, ബി അഫ്ളലി മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ, നോമ്പിനേക്കാളും നമസ്കാരത്തെക്കാളും ദാനധർമ്മത്തെക്കാളും ഉത്കൃഷ്ടമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സഹാബിമാർ ചോദിച്ചു, അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാഹു ദാത്തിൽ ബൈൻ, തെറ്റി നിൽക്കുന്ന 2 ആളുകളെ നന്നാക്കുക.
അത് നോമ്പിനേക്കാളും നിസ്കാരത്തെക്കാളും സ്വതക്കയേക്കാളും ഖൈറായ പുണ്യമുള്ള കാര്യമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഫഇന്ന ഫസാദ ദാതൽ ബൈൻ, തെറ്റി നിൽക്കുന്ന രണ്ടാൾക്കാരെ നന്നാക്കാതെ അവർക്കിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമീമത്തുമായി നടന്ന് രണ്ടുപേരെ വീണ്ടും പരസ്പരം അകറ്റുന്ന പണിയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ ഹിയൽ ഹാലിക, അവൻ ദീനിനെ പൊളിക്കുന്ന പണിയാണ് ചെയ്യുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളാരും ദീനിനെ പൊളിക്കുന്ന പണി ചെയ്യരുത്. സമൂഹത്തിന്റെ കെട്ടുറപ്പിനും ഭദ്രതക്കും കോട്ടം തട്ടുന്ന ഒരു പണിക്കും നമ്മൾ ഉണ്ടാകരുത്. നമ്മളെ സമൂഹത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതാണ് മുസ്ലിങ്ങൾ, അതാണ് മുസ്ലിം സഹോദരങ്ങൾ, അതാണ് മുഅ്മിനീങ്ങൾ, അതാണ് മുഅ്മിനീങ്ങളുടെ പ്രത്യേകത. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വിഷയത്തിൽ ആറാമതായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഇതുവരെ നമ്മൾ പറഞ്ഞത് ദുനിയാവിന്റെ വിഷയത്തിലുള്ള പിണക്കത്തെക്കുറിച്ചാണ്. എന്നാൽ ദീനിന്റെ വിഷയത്തിൽ പിണക്കം അത് അനുവദനീയമാണ്. ഒരാളുടെ ദീനിന് വിരുദ്ധമായൊരു കാര്യം ചെയ്തു, അത് എത്ര ഉപദേശിച്ചിട്ടും ദീനിന് വിരുദ്ധമാണെന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് മടങ്ങാതിരിക്കുന്ന ഒരു സന്ദർഭം വരുമ്പോൾ അവനോട് നമുക്ക് പിണങ്ങാം. അത് ഇസ്ലാം അനുവദിച്ചെന്ന പിണക്കാണ്. ഇവിടെ പരമാവധി 3 ദിവസം എന്ന നിബന്ധന ഇവിടെയില്ല. ഈ പിണക്കം വഴി ചിലപ്പോൾ അയാൾ തെറ്റിദ്ധരിച്ച് തിരിച്ചു വന്നേക്കാം. ഇപ്പൊ തബൂക്ക് യുദ്ധത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ടായിട്ടും അദ്ദേഹവും മറാറത്ത് ബിൻ റബീഅ, ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു, ഈ 3 പേരും തബൂക്ക് യുദ്ധത്തിന് വരാൻ വേണ്ടി കൽപ്പിച്ചിട്ട് പോലും ആ യുദ്ധത്തിന് വേണ്ടി എത്തിയില്ല. അതിനെ തുടർന്ന് യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും അവരോട് അകൽച്ച കാണിച്ചു. അവരുടെ വീഴ്ചയെക്കുറിച്ച് ചിന്തിച്ച് അവർ തിരിച്ചു വരാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അകൽച്ച കാണിച്ചത്. പരിശുദ്ധ ഖുർആൻ ആ വിഷയം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്താണ് വിശുദ്ധ ഖുർആനിൽ അത് പറയുന്നത്? വഅല തരാസത്തില്ലദീന ഖുല്ലിഫു, അങ്ങനെ മാറി നിന്ന, പിന്നോക്കം നിന്ന 3 പേരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഹത്താ ഇദാ ലാഖത് അലൈഹിമുൽ അർദു ബിമാ റഹബത് വലാഖത് അലൈഹിം അൻഫുസുഹും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഭൂമി എത്ര വിശാലമാണ്. ആ വിശാലമായ ഭൂമിയിലേക്ക് അവർ വന്നിട്ട് ഖുർആൻ പറയാണ്, വിശാലമായ ഭൂമി എന്ത് ചെയ്തു? അവർക്ക് ഇടുങ്ങിയതായിട്ട് അനുഭവപ്പെട്ടു. ഏത് വിശാലമായൊരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? ആ വീട്ടിലെ ജീവിതം ഖബറിന് സമാനമായ ജീവിതമാകും. ഇതേ അവസ്ഥ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 3 പേർക്ക് എന്ത് ചെയ്തു? ഇതേ അവസ്ഥ ഉണ്ടായി. അതാണ് ഖുർആൻ പറഞ്ഞത്. എന്താണ്? അവരുടെ ഹൃദയം കടുത്തുപോയി. അതേപോലെ തന്നെ വലാഖത് അലൈഹിം അൻഫുസുഹും, അവര് മനസ്സിടുങ്ങിപ്പോയി. വളന്നു അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, ഇനി പടച്ചോനിലേക്ക് മടങ്ങല്ലാതെ വേറെ വഴിയില്ല എന്ന് അവർ മനസ്സിലാക്കി എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് മാപ്പ് ചോദിക്കുന്ന രീതി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനിന്റെ വിഷയത്തിൽ നമുക്ക് പടങ്ങാം, അതിന് കുഴപ്പമില്ല, അതിന് 3 ദിവസത്തെ പരിധിയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. 40 ദിവസത്തിന് ശേഷം അവരുടെ കാര്യത്തിൽ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിക്കുകയും അവരുടെ തൗബ സ്വീകരിക്കുകയും അതിനുശേഷമാണ് തൗബ സ്വീകരിക്കുന്ന ദിവസത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു പടച്ചോൻ തൗബ സ്വീകരിച്ച ദിവസം. അത് വലിയ അത്ഭുതമായി കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നിടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിണക്കവും അതേപോലെ തന്നെ അകൽച്ചയും മാറ്റി പരസ്പര ഇണക്കത്തോടുകൂടി ജീവിക്കാനുള്ള നല്ല മനസ്സ്
നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിടയിലുള്ള ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഢീകരിച്ചു തരുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ, വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ക്രമീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന 10,000-കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ ഇന്നും പടഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക്, കുടുംബത്തിന്, സമൂഹത്തിന് രക്ഷയും നിർഭയത്വവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.